അവളൊരു ആപ്പിൾ തിന്ന് കെട്ടിയവനോട് സ്നേഹമുള്ളവളായതുകൊണ്ട് ഇച്ചിരി കെട്ടിയവനും കൊടുത്തു. അതിനിപ്പോൾ ഇത്രയും വലിയ വിഷയം ഉണ്ടാക്കേണ്ട കാര്യം എന്താ? അപ്പൊ കൊല്ലക്കോട്ടുകാരുടെ ചോദ്യം ഒന്ന്, ഒരു പഴം തിന്നതാണോ പാപം? ഉത്തരം തരാം, പുറകാല തരാം. അപ്പൊ അടുത്ത ആൾ വന്നിട്ട് ചോദിക്കാം, പോട്ടെ ഇനിയിപ്പൊ തിന്നത് തിന്നു, അതുകൊണ്ട് അവര് പാപത്തിലായി, അതിന്റെ പേരിൽ ഒരു തെറ്റും ചെയ്യാത്ത ബാക്കിയുള്ള മനുഷ്യരൊക്കെ പാപിയാണെന്ന് പറയുന്നതിന്റെ ലോജിക്ക് എന്താ? ചോദ്യം 2. ഇനി ചോദ്യം 3, ഇനി ആണെന്ന് തന്നെ ഇരിക്കട്ടെ, ഇനി ഒരു പക്ഷെ അങ്ങ് ആയെന്നിരിക്കട്ടെ, പാപിയായി. നിങ്ങൾ ക്രിസ്ത്യാനികൾ അങ്ങ് ആയാ പോരെ? ഞങ്ങൾ ഈ ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും കൂടെ ചേർത്ത് പാപി എന്ന് വിളിക്കുന്നത് എന്തിന്? അപ്പൊ ഈ ചോദ്യങ്ങളുടെ എല്ലാം ഉത്തരവാണ് ഇനി പറയാൻ പോകുന്നത്. കാത് തുറന്ന് കേൾക്കുക. 1, ഒരു പഴം തിന്നതാണോ പാപം? ശ്രദ്ധിച്ചോ, വേദപുസ്തകം പറയുന്നത് ഒരു പഴം തിന്നത് കൊണ്ട് പാപത്തിലായി എന്നുള്ളതല്ല, അവിടുത്തെ കാതലായ വിഷയം. ഒന്ന് ശ്രദ്ധിച്ചേ, പറഞ്ഞു തരാം. 2, കുടുംബങ്ങൾ, അയലത്തുകാർ തമ്മിൽ അതിരുതർക്കം ഉണ്ടായി എന്ന് ചിന്തിക്കുക. വസ്തുതർക്കം. 2 വീട്ടുകാർ തമ്മിൽ അടിയാകുന്നു, നാട്ടുകാർ പോലീസിനെ വിളിക്കുന്നു. പോലീസുകാർ വന്ന് ഇവരെ സമാധാനിപ്പിക്കുന്നു. നിങ്ങളൊന്ന് ക്ഷമിക്കുക, ഇവിടുന്ന് ഒന്നും മേപ്പോട്ട് കൊണ്ടുപോകുന്നില്ല, ആരും മുട്ടുസൂചി പോലും കൊണ്ടുപോകുന്നില്ല, ഇട്ടിരിക്കുന്ന തുണി പോലും കൊണ്ടുപോകത്തില്ല, പിന്നെ എന്തിനായി കിടന്നടിക്കുന്ന, സമാധാനിക്ക് എന്ന് പറഞ്ഞു. എന്നാലും സമാധാനിക്കുകയല്ല, 2 വീട്ടുകാരും തമ്മിൽ സമാധാനമില്ല. എന്നാ പിന്നെ കോടതി കേസെടുക്കട്ടെന്ന് പോലീസുകാർ പറഞ്ഞു. എന്നാ കേസെട്. എന്നാ പിന്നെ റവന്യൂ വകുപ്പിനെ വിളിച്ചു, സർവേയറെ വിളിച്ചു. അയാൾ വന്നു, കുറ്റി അടിച്ച് അളന്ന് തിരിച്ച് മത്തായിയുടെ കടയിൽ നിന്ന് 2 രൂപയുടെ വള്ളിക്കയർ മേടിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. ഞങ്ങൾ കൊല്ലത്തുകാർ എഴക്കയറെന്ന് പറയും, നിങ്ങൾ തിരുവനന്തപുരത്തുകാർ ചല്ലിയൊന്നോ പൊച്ചമെന്നോ ഒക്കെ പറയുമെന്നാ ഞാൻ കേട്ടെ, എന്തരേലും ആവട്ടെ. അങ്ങനെ 2 രൂപയുടെ കയറ് മേടിച്ചു, കുറ്റി അടിച്ചു, വലിച്ചു തിരിച്ച് കെട്ടി. എന്നിട്ട് പറഞ്ഞു, ഇനി കോടതി വിധി വരാതെ ഇവിടെ തമ്മിലടിച്ചേക്കരുത്. കേട്ടോ? നിങ്ങൾ കേട്ടോ? പോലീസും പോയി, റവന്യൂവും പോയി. 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇതിലൊരു വീട്ടിലെ ചെറുക്കൻ, തലതെറിച്ച ചെറുക്കൻ, ഒരു പിച്ചാത്തി എടുത്തുകൊണ്ട് ഇറങ്ങി. എന്നിട്ട് പറഞ്ഞു, അവന്മാരുടെ ഒരു കയറ് കെട്ടി വെച്ചിട്ട് പോയേക്കുന്ന കയറ് മുറിച്ചങ്ങ് കളഞ്ഞു. ഇതറിഞ്ഞ പോലീസ് വണ്ടി തിരിച്ചു വരുന്നു. ആരടാ കയറ് മുറിച്ചത്? അതുകൊണ്ടല്ല, അവനാ സാറേ. ഇങ്ങോട്ട് പാടാ. പിടിച്ചു, അവനെ ചെവിക്കല്ലിട്ടോ ഒരു അടി. കേരള ജീപ്പിലെന്നും പറഞ്ഞെടുത്തിട്ടു. ശ്രദ്ധിച്ച് കേട്ടെ, ഇത് കണ്ടുകൊണ്ട് മുറുക്കിക്കൊണ്ട് ഒരു അമ്മച്ചി തിണ്ണയിലിരിപ്പുണ്ട്. ആ അമ്മച്ചി പറഞ്ഞ ഡയലോഗ് കൊല്ലംകൊട്ടുകാർ കേട്ടെ. അമ്മച്ചി പറയുക, അയ്യോ എന്തരടി ആ കൊച്ചനെ ഇട്ട് അടിക്കുന്നേ? 2 രൂപയുടെ കയറ് മുറിച്ചവൻ ഇങ്ങനെ ഇട്ടടിക്കണം. അമ്മച്ചിക്ക് എന്ത് മനസ്സിലായി? നിങ്ങൾ പറ. അമ്മച്ചിക്ക് എന്ത് മനസ്സിലായെന്ന് നിങ്ങൾ പറ. നിങ്ങൾക്ക് വല്ലതും മനസ്സിലായെന്ന് നോക്കട്ടെ. അമ്മച്ചിയുടെ ചിന്ത 2 രൂപയുടെ കയറ് മുറിച്ചതിനാണ് അടിയത്. കൊല്ലംകോട്ടുകാർ പറ, 2 രൂപയുടെ കയറ് മുറിച്ചതിനാണോ അടി? അല്ല. അമ്മച്ചി പറഞ്ഞു, ദേ മത്തായിയുടെ കടയിൽ തൂങ്ങിക്കിടക്കുന്ന ഇഷ്ടം പോലെ കയറ്, എന്നാ ഞാൻ വേണേ 10 രൂപ തരാം, 5 വള്ളി കയറ് മേടിച്ചു. എന്നിട്ട് ആ കൊച്ചിനെ അങ്ങ് വിട്. ഒരു വണ്ടി കയറ് പകരം കൊടുത്താൽ കൊച്ചിനെ വിടുമോ? വിടത്തില്ല. കാര്യം എന്താ? 2 രൂപയുടെ കയറ് മുറിച്ചതല്ല സഹോദര വിഷയം, നിയമലംഘനം നടന്നു എന്നുള്ളതാണ് വിഷയം. നിയമലംഘനം. സൃഷ്ടാവ് മനുഷ്യന്റെ മുമ്പിൽ വെച്ച നിയമം മനുഷ്യൻ ലംഘിച്ചു. ഇവിടെ ഒരു നിയമലംഘനം നടന്നാൽ ഭരണഘടന അനുസരിച്ചുള്ള നടപടിക്രമങ്ങളിലൂടെ പോയി ജാമ്യമെടുത്ത് പുറത്തു വരുന്നതാണ് ഈ ലോകത്തിലെ നിയമമെങ്കിൽ, ആകാശം മാറിയാലും ഭൂമി ഒഴിഞ്ഞു പോയാലും മാറ്റം വരാത്ത ദൈവത്തിന്റെ നിയമം, പാപത്തിന്റെ ശമ്പളം മരണം, പാപം ചെയ്ത ദേഹി മരിക്കണം. ദൈവത്തിന്റെ നിയമം മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ മനുഷ്യന്റെ മുമ്പിൽ ദൈവം വെച്ച നിയമം മനുഷ്യൻ ലംഘിച്ചു, അതുകൊണ്ട് മനുഷ്യൻ പാപത്തിലായി. അതുകൊണ്ട് കൊല്ലംകൊട്ടുകാരെ, വേദപുസ്തകം അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുന്നു, മനുഷ്യൻ പാപിയാണ്. ഞങ്ങൾ ഇത് പറയുമ്പോൾ നാട്ടിലെ കമ്പ്യൂട്ടർ കുഞ്ഞുങ്ങൾ ചിലപ്പോൾ ചിരിക്കും. കമ്പ്യൂട്ടർ പിള്ളേർ, ഇപ്പോഴത്തെ യോ പിള്ളേര്, അവർ ചിരിക്കും. എന്താ, പിള്ളേർ അവിടെ ഇരുന്നുകൊണ്ട് ഇപ്പൊ ജംഗ്ഷനിലൊക്കെ നിന്നുകൊണ്ട് പറയും, യോമാർക്കൊന്നും ഇതുവരെ നേരം വെളുത്തിട്ടില്ല, മനുഷ്യൻ കുടിലിൽ നിന്ന് കൊട്ടാരത്തിലെത്തി, ചൊവ്വയിലും വ്യാഴത്തിലും വീട് വെക്കാൻ പറ്റുമോ എന്ന് അന്വേഷിക്കുന്നു. UK-ലിരിക്കുന്ന മലയാളി ചന്ദ്രന് 30 സെന്റ് വസ്തു മേടിച്ചു. പിന്നെ വീട്ടുജോലിക്കാരിക്ക് പകരം റോബോട്ട് വന്നു. കൽക്കരിയുടെ ട്രെയിൻ മാറി വന്ദേ ഭാരതായി. എന്നിട്ട് യുവമാർ ഇപ്പോഴും പറഞ്ഞുകൊണ്ട് നടക്കുന്ന മനുഷ്യൻ പാപിയാണെന്ന്. പിള്ളേര് ചിരിക്കുക. ഇന്ന് രാത്രി കൊല്ലംകോട്ട് ചിരിക്കുന്ന പിള്ളേരുണ്ടെങ്കിൽ മക്കളെ, ഒരു മറുചോദ്യം അങ്ങോട്ട് ചോദിക്കാം, ഒന്ന് ഉത്തരം പറയണം. മനുഷ്യൻ കുടിലിൽ നിന്ന് കൊട്ടാരത്തിലെത്തി, സമ്മതിച്ചു. ആകാശത്തൂടെ പറക്കുന്നു, സമ്മതിച്ചു. പിന്നെ ചൊവ്വയിലും വ്യാഴത്തിലും വീട് വെക്കാൻ പോകുന്നു, സമ്മതിച്ചു. ചന്ദ്രനെ വസ്തു മേടിച്ചു, സമ്മതിച്ചു. റോബോട്ടിന്, വീട്ടുജോലിക്കാരിക്ക് പകരം റോബോട്ടിനെ കൊണ്ടുവന്നു, സമ്മതിച്ചു. കൽക്കരി ട്രെയിൻ മാറി വന്ദേ ഭാരത് വന്നതും സമ്മതിച്ചു. ഒറ്റ ചോദ്യം, ഒരേ ഒരു ചോദ്യം. ഈ ട്രെയിനിന്റെ അകത്ത് ടോയ്ലറ്റ് എന്ന് പറഞ്ഞൊരു സംവിധാനമുണ്ട്. നാട്ടുഭാഷ പറഞ്ഞാൽ കക്കൂസ് എന്നാ നമ്മൾ പറയുന്നത്, ടോയ്ലറ്റ്. ഈ ടോയ്ലറ്റിന്റെ അകത്തിരിക്കുന്ന 50 രൂപയുടെ സ്റ്റീൽ കപ്പ് ഇപ്പോഴും ചങ്ങലക്കിട്ടാ വെച്ചേക്കുന്നത്. എന്നാ മാറാത്ത?
എന്നെ മാറാത്ത. ഞാനും കഴിഞ്ഞ ദിവസം തൃച്ചിയിൽ നിന്ന് ട്രെയിനിൽ വന്നതാ. ഇപ്പോഴും അങ്ങനെ ആച്ചാ 50 രൂപയുടെ സ്റ്റീൽ കപ്പ് ചങ്ങലയിട്ട് കൂട്ടി വെച്ചേക്കുന്നു. എന്നാ ഭാഷ മാറാത്ത? എന്നാ മാറാത്ത? എല്ലാം മാറിയില്ലേ? എല്ലാം മാറി. ചന്ദ്രനെ നിന്ന് വസ്തു വരെ മേടിച്ചു, എന്നിട്ടും ടോയ്ലറ്റിലിരിക്കുന്ന സ്റ്റീൽ കപ്പ് ഇപ്പോഴും ചങ്ങലയിട്ട് വെച്ചേക്കുന്നു. എന്തിനാന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരേ ഉള്ളൂ, തരം കിട്ടിയ കക്കൂസെന്ന് കപ്പ് അടിച്ചോണ്ട് പോകുന്നവൻ ഇവിടെ ഉണ്ടെന്ന്. അവന് മാറ്റമൊന്നും വന്നിട്ടില്ല. അതാ പറഞ്ഞ, അവന് മാറ്റമൊന്നും വന്നിട്ടില്ല. വേണമെങ്കിൽ ഊരമ്പിലോട്ട് ചെന്ന് SBIയുടെ ബാങ്കിലോട്ട് ചെല്ല്, 5 രൂപയുടെ ലെക്സി പേന 100 കൊണ്ട് കെട്ടിയിട്ടേക്കുന്നു. അതിനെ മാറാത്ത? ബാങ്കിൽ വരുന്നത് ഭിക്ഷക്കാരാണോ? ഒന്നെങ്കിൽ കാശിടാൻ അല്ലെങ്കിൽ കാശെടുക്കാൻ കഴിവുള്ളവർ വരുന്ന സ്ഥലമാണ്. എന്നിട്ടും 5 രൂപയുടെ പേന 100 കൊണ്ട് കെട്ടിയിട്ടേക്കുന്നു. എന്താ അർത്ഥം? തരം കിട്ടിയാൽ 5 രൂപയുടെ പേന അടിച്ചോണ്ട് പോകുന്നവൻ ഉള്ളതാണോ ഈ പറഞ്ഞേ? അപ്പൊ കണ്ടുപിടുത്തങ്ങളെല്ലാം മാറി, ടെക്നോളജി മാറി, സയൻസ് മാറി, ഇന്റർനെറ്റ് മാറി, സകല കുന്തവും മാറി. പക്ഷെ ഇരികാലി മനുഷ്യന്റെ സ്വഭാവത്തിന് മാത്രം യാതൊരു മാറ്റവും വന്നിട്ടില്ല. പകരം കീഴ്പോട്ട് പോയി. പണ്ട് സ്വന്തം പെൺകുഞ്ഞിനെങ്കിലും വെറുതെ വിടുമായിരുന്നെങ്കിൽ ഇന്ന് സ്വന്തം പെൺകുഞ്ഞുങ്ങളെ പോലും വെറുതെ വിടാത്ത ചെകുത്താന്മാരായി ഇരികാലി മനുഷ്യൻ മാറിയെന്നാണ് ഓരോ ദിവസത്തെയും വാർത്തകൾ വ്യക്തമാക്കുന്നത്. ശരിയാണോ കൊല്ലംകോട്ടുകാരെ? ആണോ? ഒന്നുകൂടി നാടൻ ഭാഷ പറഞ്ഞാൽ, നമ്മുടെ നാട്ടിലെ മിണ്ടാപ്രാണികളായ ഇരികാലികളായ മൃഗജാലങ്ങൾ പോലും ചെയ്യാൻ അറയ്ക്കുന്ന മടിക്കുന്ന ഹീനകൃത്യങ്ങളല്ലേ 4 കാല മൃഗത്തെ ലജ്ജിപ്പിച്ചുകൊണ്ട് ഇരികാലി മനുഷ്യൻ ഇവിടെ ചെയ്തു കൂട്ടുന്നതല്ലേ? ആണോ? ഒരു ചോദ്യം ചോദിക്കാം. ആകാശത്ത് പരുന്ത് വട്ടമിട്ട് പറക്കുമ്പോൾ താഴെ നിൽക്കുന്ന കോഴിയമ്മ എന്ത് ചെയ്യും? പറ. കോഴിയില്ലേ ഇവിടെ? എന്ത് ചെയ്യും? പറ. ആ ചിറക് വിരിച്ച് കുഞ്ഞുങ്ങളെ സൂക്ഷിക്കും അതിൻ്റെ അകത്തല്ലേ കോഴിയമ്മ. എന്നാൽ നിങ്ങൾ അറിഞ്ഞോ, ആലപ്പുഴയ്ക്കടുത്ത് കാമുകനോടൊപ്പം ജീവിക്കാൻ വേണ്ടി 10 മാസം വയറ്റിൽ ചുമന്ന് നൊന്ത് പ്രസവിച്ച ചോര കുഞ്ഞിനെ കാലെ പിടിച്ചു തീരദേശത്തിന്റെ പാറയ്ക്കകത്ത് ഒറ്റ അടി അടിച്ചു കൊന്നു അമ്മ. കോഴിയമ്മയല്ലേ നല്ലത്? കോഴിയമ്മയല്ലേ നല്ലത്? മിണ്ടാപ്രാണിയായ ഒരു കോഴി ഒരു മുട്ട ഇട്ടാൽ കൂകും. അപ്പൊ അമ്മ പറയും, എടി കോഴി കൂകുന്നടി, മുട്ട ഇട്ടോന്ന് നോക്കുന്നല്ലേ? ഒരു സിഗ്നലാ.